ഹലോ, ഇന്ന് ആരൊക്കെയാണ് കഥ കേൾക്കാൻ വന്നിരിക്കുന്നത്? ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്ന കഥ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മക്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും മക്കളുണ്ടായ ദിവസം, അല്ലേ? നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഈ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്ന ദിവസം, അതിനാണ് സാധാരണ നമ്മുടെ ജന്മദിവസം അല്ലെങ്കിൽ ബർത്ത്ഡേ എന്ന് നമ്മൾ പറയുന്ന ദിവസം. ബർത്ത്ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും വരുമല്ലേ? വീട്ടിലെല്ലാവരും വന്ന് കേക്കൊക്കെ മേടിച്ച് കേക്കൊക്കെ മുറിച്ച് പിന്നെ എന്താ ചെയ്യുക? വന്നവരെല്ലാം ഗിഫ്റ്റൊക്കെ തരും, ടോയ്സ് തരും, വേറെ എന്തെങ്കിലും തരും. പാപ്പന്മാരും അമ്മമാരും കാശോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തരും. അച്ഛന്മാരും അമ്മായിമാരും എല്ലാം എന്തെങ്കിലും ഗിഫ്റ്റ്, ഡ്രസ്സുകളായിട്ടോ കളിക്കാനുള്ള കളിപ്പാട്ടോ ടോയ്സോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും. ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരിക്കും അല്ലേ? അന്ന് എല്ലാവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് നല്ല വെളിയിൽ എവിടെയെങ്കിലും പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷിക്കുന്ന ദിവസമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഉണ്ടായ ദിവസത്തെ നമ്മൾ ഓർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യുന്നതും ഇതെല്ലാം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഉണ്ടാവാനുണ്ടായ കാരണം ആരായിരുന്നു? 3 പേരാണ് നമ്മൾ ഉണ്ടാവാനുള്ള കാരണമായത്. നമ്മുടെ പേരൻസ്, പിന്നെ ദൈവം. ഈ 3 പേര് കാരണമാണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് വരാനുണ്ടായ സാഹചര്യം. അപ്പോൾ ഇതേപോലെ നമ്മുടെ അപ്പയ്ക്കും അമ്മയ്ക്കും അവർക്കും ഒരു പേരൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കാലത്തും കുറേ വർഷങ്ങളായിട്ട് ഈ മനുഷ്യരെല്ലാം വന്നിരിക്കുന്ന ഓരോ പേരൻസ് കാരണവും ദൈവം കാരണമാണ് വന്നിരിക്കുന്നത്. പക്ഷേ മക്കൾക്കറിയാമോ, ആദ്യമായിട്ട് ഈ ഭൂമിയിലുണ്ടായ മനുഷ്യൻ ആരാണ് എന്നറിയാമോ? അവരെങ്ങനെയാണ് ഉണ്ടായതെന്നറിയാമോ? ആ മനുഷ്യനെ ആരാണ് ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അതൊക്കെ മക്കൾക്കറിയാമോ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഉണ്ടായ ഒരു മനുഷ്യനെക്കുറിച്ചാണ് കഥ പറയാൻ പോകുന്നത്. അപ്പോൾ കഥ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ടുണ്ടായതെന്ന് പറയുമ്പോൾ അപ്പോൾ അതിനു മുന്നേ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളത് മക്കളെ ചിന്തിച്ചോ? അപ്പോൾ ഈ ഭൂമിയിൽ ബൈബിൾ പ്രകാരം നമ്മൾ പറയുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ബൈബിളിൽ കിട്ടിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ വെച്ച്, വാക്യങ്ങൾ വെച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഭൂമിയിൽ ആദ്യം ഉണ്ടായിരുന്നത് ദൈവമാണ്. ദൈവമാണ് ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത്. നമ്മളിന്ന് കാണുന്ന മൃഗങ്ങൾ, നമ്മളിന്ന് കാണുന്ന ചെടികൾ, അതേപോലെ മരങ്ങൾ, പുഴ, മീനുകൾ, ഫിഷ്, അനിമൽസ്, ഇതിനൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ്. അത് ഓരോരോ ദിവസങ്ങളായിട്ട് ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം അതിനുശേഷം ദൈവം സൃഷ്ടിച്ചതായിരുന്നു ആരെ? മനുഷ്യനെ. അപ്പോൾ ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കാനൊക്കെ പറ്റുമോ? അതെ, നമ്മുടെ ദൈവത്തിന് എല്ലാത്തിനും എല്ലാ മനുഷ്യരെക്കാളും മുകളിലുള്ള കഴിവുള്ള ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് എല്ലാം സൃഷ്ടിക്കാൻ പറ്റും. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ആരായിരുന്നു ആദ്യത്തെ മനുഷ്യൻ അറിയാമോ? അപ്പോൾ ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദാമിനെയാണ് ദൈവം ആദ്യമായിട്ട് സൃഷ്ടിച്ച മനുഷ്യൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആദാമിനെ സൃഷ്ടിച്ചതെന്നറിയാമോ? അതൊരു കഥയാണ്, ചെറിയ കഥയാണ്, കുട്ടി കഥയാണ്. അപ്പോൾ ഈ മനുഷ്യനെ ദൈവം, ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദാമിനെ ദൈവം ഓരോ ജീവികളെയും ഇങ്ങനെ സൃഷ്ടിച്ച കാര്യങ്ങളായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദൈവം നോക്കിയപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കണം. ദൈവം എന്തു ചെയ്തു എന്നറിയാമോ? നിലത്തെ പൊടിയിൽ നിന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാ നിലത്തെ പൊടിയിൽ നിന്നാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്? അതെങ്ങനെ ശരിയാവണേ? ഞാൻ വന്നത് എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ആദാമപ്പം മാത്രം നിലത്തെ പൊടിയിൽ നിന്ന് എങ്ങനെയാണ് വന്നത്? അത് ശരിയാവില്ലല്ലോ, അല്ലേ? അപ്പോൾ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലത്തെ പൊടി എന്ന് പറഞ്ഞത് എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായോ? നിലത്തെ പൊടി എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ വെളിയിൽ കളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ
സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്കൂളിലെല്ലാം ഗ്രൗണ്ടുകളുണ്ടാവും ഇല്ലേ? ആ ഗ്രൗണ്ടിൽ നിറയെ മണ്ണോ മണലോ ഉണ്ടാവും. അപ്പോൾ കാറ്റോ കാര്യങ്ങളോ ഈ മണലിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല പൊടി പൊങ്ങും. അപ്പോൾ പൊടി പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലോട്ടൊക്കെ വന്ന് പൊടി അടിച്ചു കഴിഞ്ഞാൽ കഷ്ടമല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ പൊടി എന്ന് പറയുന്നത്. നിലം പറയുന്നത് ആ മണ്ണ് കിടക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിലെന്ന് പറയുന്നത്. അങ്ങനെ കാറ്റുള്ള അല്ലെങ്കിൽ അങ്ങനെ പൊടിയുള്ള അങ്ങനെയുള്ള ഒരു നിലത്ത് നിന്ന് പൊടി, അതായത് മണ്ണെടുത്ത് ദൈവം ഒരു രൂപം ഉണ്ടാക്കി. ആ രൂപം ദൈവം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? നിലത്തെ മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. എന്ത് ഊതി? ജീവശ്വാസം ഊതി. അപ്പോൾ ജീവശ്വാസം ഊതി, അതെന്താ കേസ്? ജീവശ്വാസം അതായത് ഒന്നുമില്ല, നമ്മുടെ നോസില്ലേ, എന്താണ് നമ്മുടെ നോസ്, നമ്മുടെ മൂക്ക്. ഈ മൂക്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാര്യം നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നത്? ആ മൂക്ക് ഓരോ തവണ നമുക്ക് ശ്വസിക്കുന്നുണ്ട്. ശ്വാസം നമ്മൾ അകത്തോട്ട് ബ്രീത്ത് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് അത് വെളിയിലോട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശ്വാസം വലിക്കുന്നത് എപ്പോൾ നിൽക്കുമോ അന്ന് ആ മനുഷ്യൻ മരിക്കുമെന്നാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ ഈ മണ്ണും കൊണ്ടുണ്ടാക്കിയ രൂപത്തിൽ ദൈവം അതിൻ്റെ മൂക്കിൽ വന്നിട്ട് ജീവശ്വാസം ഊതിയപ്പോൾ അത് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ശരീരമായിട്ട് മാറി. ആഹാ! അപ്പോൾ ഇങ്ങനെയാണ് ആദാമിനെ ദൈവം ഉണ്ടാക്കിയത്. ആദാം ഒരു ആണായിരുന്നു. ഓക്കെ, ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബോയ് ഗേൾ എന്ന് പറയില്ലേ? ബോയ്സ് ഗേൾസ് എന്ന് പറയുന്ന പോലെ ആണും പെണ്ണും. അപ്പോൾ ആണിനെയാണ് ദൈവം ആദ്യമുണ്ടാക്കിയത്. ആദ്യമുണ്ടാക്കിയ ആണിൻ്റെ പേരെന്തായിരുന്നു? ആദ്യമുണ്ടാക്കിയ ആണിൻ്റെ പേര് ആദാം എന്നായിരുന്നു. അപ്പോൾ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമുണ്ടായ മനുഷ്യൻ ആരായിരുന്നു? ബൈബിൾ പ്രകാരം ആദ്യമുണ്ടായ മനുഷ്യൻ്റെ പേര് ആദാം എന്നായിരുന്നു. അപ്പോൾ ഈ ആദാമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് ആദാമിനെ എവിടെ വെച്ചു? ഒരു തോട്ടത്തിലാക്കി. തോട്ടം എന്ന് വെച്ചാൽ എന്താണ്? തോട്ടം എന്ന് വെച്ചാൽ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ള, പഴങ്ങളൊക്കെ ഉള്ള ഒരു തോട്ടം. അപ്പോൾ ആ തോട്ടം നോക്കാൻ വേണ്ടി ദൈവം ആദാമിനെ വെച്ചു. തോട്ടത്തിലുണ്ടായിരുന്ന ജീവികൾക്കും ചെടികൾക്കും ഒക്കെ മനുഷ്യൻ പേരിട്ടു. അങ്ങനെ അവൻ്റെ മുന്നിൽ വന്നത് അവൻ അതിനൊക്കെ പേരിട്ടു. പക്ഷേ ദൈവം നോക്കുമ്പോൾ ഈ മനുഷ്യൻ ആദാം അത്ര ഹാപ്പിയല്ല, അത്ര സന്തോഷമില്ല. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ആദാമിന് ഒരു കൂട്ട് വേണമെന്ന് മനസ്സിലായി. എന്ത് വേണമെന്ന് മനസ്സിലായി? കൂട്ട് വേണമെന്ന് മനസ്സിലായി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആദാമിന് നല്ലൊരു ഉറക്കം കൊടുത്തു. ആദാം നല്ല കൂർക്കം വലിച്ചിട്ട് അങ്ങനെ കൂർക്കം വലിച്ച് ആദാം ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ആദാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പോയിട്ട് ആദാമിൻ്റെ ശരീരത്തിൻ്റെ, അതായത് ആദാമിൻ്റെ ബോഡിക്കകത്തുള്ള വാരിയെല്ല്, ബോണാണ്, ഒരെല്ലാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊക്കെ ഉണ്ട് ആ എല്ലൊക്കെ, മക്കൾക്കും ഉണ്ട്. അതിലൊരു വാരിയെല്ലെടുത്തിട്ട് ആ വാരിയെല്ലിൽ മാംസം, ഇറച്ചി വെച്ച് പിടിപ്പിച്ച് ഒരു രൂപം ഉണ്ടാക്കി. അങ്ങനെ ദൈവം അടുത്ത മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനല്ല, അത് ഒരു സ്ത്രീയാണ്. അങ്ങനെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. ആ സ്ത്രീക്ക് ഹവ്വ എന്ന് പേരിട്ടു. ആദാം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ വ്യത്യാസമായിട്ട് എന്തോ ഇവിടെ ഉണ്ടല്ലോ, ഇതാര്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലോ. ഇത്രയും കാലം ഞാൻ ജീവികളെയൊക്കെയാണ് കണ്ടതേ, മൃഗങ്ങളെ കണ്ടു, ജീവികളെ കണ്ടു, ഇത് ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ. അപ്പോൾ ദൈവം പറഞ്ഞു, ഇത് നിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഒരു കൂട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ത്രീയായിട്ടുള്ള മനുഷ്യത്തിനെ, നരീനെ ദൈവം സൃഷ്ടിച്ചു. ആ സ്ത്രീയുടെ പേരായിരുന്നു ഹവ്വ. അപ്പം മക്കൾക്ക് വേണമെങ്കിൽ വിളിക്കാം അപ്പാപ്പനും അമ്മാമയും. ഈ ഭൂമിയിലെ ആദ്യത്തെ അപ്പാപ്പനും അമ്മാമയും ആരായിരുന്നു? ആദാം അപ്പാപ്പനും ഹവ്വ അമ്മാമയും. ഓക്കെ, ഇവരാണ് ആദ്യമായിട്ട് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ. ഓക്കെ, നമ്മളൊക്കെ അമ്മമാരുടെ വയറ്റിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്തു അങ്ങനെയൊക്കെ എടുത്തപ്പോൾ ഈ ആദാം അപ്പാപ്പനും ഹവ്വ അമ്മാമയും അങ്ങനെയല്ല വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ അപ്പാപ്പനും അമ്മാമയും. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഹവ്വ അമ്മാമയും ആദാം അപ്പാപ്പനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു.
അത് നമുക്ക് വേറൊരു ദിവസം കഥയായിട്ട് കേൾക്കാം. കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രേ ഉള്ളൂ. സന്തോഷമായിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. കഥകൾ കേൾക്കുക, വചനത്തിൽ വളരുക, നല്ല കുട്ടികളായിട്ട്, മാതാപിതാക്കളെയും ദൈവത്തെ അനുസരിക്കുന്ന കുട്ടികളായിട്ട് മക്കൾ വന്ന. അപ്പോൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.